അതിനിടെ ഈ ആശാസമരത്തിനെതിരായ നിലപാട് ആവർത്തിക്കുകയാണ് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. ആശമാരുടെ പേര് പറഞ്ഞ് സമരത്തിന് നേതൃത്വം നൽകുന്നത് SUCI ആണെന്നതിന് തെളിവുണ്ടെന്ന് ചന്ദ്രശേഖരൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നല്ല, ജോലിയിൽ സ്ഥിരം നിയമനം നൽകണമെന്നാണ് നിലപാടെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിനടിയിൽ 2 അനിശ്ചിതകാല സമരങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു വശത്ത് 44 ദിവസം പിന്നിടുന്ന ആശാ വർക്കർമാരുടെ സമരം, മറുവശത്ത് അംഗൻവാടി അധ്യാപകരുടെ നേതൃത്വത്തിൽ INTUC നേതൃത്വം നൽകുന്ന സമരം. ഈ ഘട്ടത്തിൽ INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ആർ ചന്ദ്രശേഖരൻ എന്നോടൊപ്പം ചേരുന്നു. 2 സമരങ്ങൾ നടക്കുകയാണ്. പക്ഷേ INTUCയുടെ ഭാഗത്ത് നിന്ന് ആശാ വർക്കർമാരുടെ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിന് കാരണം എന്താണ്? ഓരോ സംഘടനയ്ക്കും അവരുടേതായ നിലപാടുകളുണ്ട്. ഓരോ സംഘടനയ്ക്കും അവരുടേതായ കമ്മിറ്റികളും ജനറൽ ബോഡികളുമുണ്ട്. ആ സംഘടനയുടെ തീരുമാനപ്രകാരമാണ് ആ സംഘടന സമരത്തിന് വരുന്നത്. ഏതെങ്കിലും ഒരു സംഘടന സമരം ചെയ്യുമ്പോൾ ആ സമരത്തിലേക്ക് മറ്റൊരു സംഘടന ചെല്ലണമെങ്കിൽ ഒന്നുകിൽ ആ സംഘടന മറ്റുള്ളവരോട് കൂടി ആലോചിക്കണം, അല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെടണം. ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുന്ന ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട്, ദേശീയ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ട്രേഡ് യൂണിയൻസ്. അതിന്റെ കേരളത്തിന്റെ ചെയർമാൻ ഞാനാണ്. ഈ പറഞ്ഞ SUC സംഘടനയുമായി ബന്ധപ്പെട്ട ആൾ ഇന്ത്യ UTUC, ആ സംഘടന ഞങ്ങളുടെ സംയുക്ത ട്രേഡ് യൂണിയനിലെ ഒരു അംഗമാണ്. തീർച്ചയായിട്ടും ഇതുപോലൊരു സമരം ആരംഭിക്കുമ്പോൾ അവരുടെ ഡിമാൻഡുകൾ എന്താണ്, ആ സമരം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അവർ ഡിമാൻഡുകൾ ഉയർത്തിയിട്ടുള്ളത്, ഇതൊക്കെ ഒന്നുകിൽ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ചർച്ച ചെയ്യേണ്ടതായിരുന്നു. അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഓരോ സംഘടനകൾക്കൊരു കത്തെങ്കിലും കൊടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുന്നുണ്ട്, അതിന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പറയാം. ഇതുവരെ അങ്ങനെ ചർച്ച വന്നിട്ടില്ല. പക്ഷേ ഇതൊരു പൊതുസമൂഹം ഏറ്റെടുത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവിടേക്ക് നിരവധി സമൂഹത്തിന്റെ നാനാ തലങ്ങളിലുള്ളവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തുകയാണ്. സർക്കാർ മറിച്ചൊരു നിലപാട് തുടരുമ്പോൾ അല്ല, ഇതിനൊരു പൊതുസംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവർക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ, ജനകീയ സമരങ്ങൾ അവർ പിന്തുണയ്ക്കുക സ്വാഭാവികമാണ്. ഇത് ജനകീയ സമരമാണെന്ന് INTUC ഉറപ്പിക്കുന്നു. അല്ല, ജനങ്ങളുടെ ആവശ്യമാണ്. ജനം എന്ന് പറഞ്ഞാൽ ഈ ആശാ വർക്കർ ജനത്തിന്റെ ഭാഗമല്ലേ. അവരുടെ സമരത്തിന് യാതൊരു വിധത്തിലും ഒരു ദിവസം പോലും ഒന്നും എതിരായി പറയാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ അതൊരു സംഘടന നടത്തുന്ന സമരമാണെന്നുള്ള ഒരു ദിശാബോധം നിങ്ങൾക്കും ഉണ്ടാവണം. INTUC പ്രഖ്യാപിച്ചൊരു സമരത്തിൽ ഞങ്ങൾ സമരം ചെയ്യും. അതിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെടാതെ വേറൊരു സംഘടന വന്നു കയറില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. SUCI ആരോപണം നിഷേധിച്ചിരിക്കുകയാണ്. അവരല്ല അതിന് നേതൃത്വം നൽകുന്നത്. ഇതൊരു സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ് ഈ സമരം നയിക്കുന്നതെന്നാണ് പറയുന്നത്. അതിന് ഞാനിപ്പോ എന്റെ കയ്യിൽ നിരവധി റെക്കോർഡുകളുണ്ട്. SUCI കമ്മ്യൂണിസ്റ്റ് എന്ന ബോർഡ് വെച്ചുകൊണ്ട് ഈ സമരത്തിൽ ഇപ്പം നിങ്ങൾ തിരിച്ചു പോകുമ്പോഴായാലും വർഷങ്ങളായി, ദശാബ്ദങ്ങളായി നമ്മൾ കാണുന്ന ചില പാറ്റേണുകളുണ്ട്, ചില സിംബോളിക് പ്രകടനങ്ങളുണ്ട്, കറുപ്പും ചുമപ്പും ഒക്കെ രേഖപ്പെടുത്തുന്നത്. അതൊക്കെ ഞങ്ങളൊന്നും പുതിയ ആളുകളല്ല, അറിയാത്തവരല്ല ഇതൊന്നും. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ നിവേദനത്തിൽ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവരെ സ്ഥിരപ്പെടുത്തണമെന്നുള്ളത്. ഓണറേറിയം ഒരിക്കലും ഞങ്ങൾ ചോദിക്കാറില്ല. ഓണറേറിയം എന്ന് പറയുന്ന ഒരു തെറ്റായ ഡിമാൻഡാണ്. ഓണറേറിയം അല്ല വേണ്ടത്. UDF കൺവീനർ MM ഹസൻ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സമരത്തെ തള്ളി പറയുന്നവർ കരിങ്ങാലികളാണെന്നാണ്. അദ്ദേഹം പരിണതപ്രജ്ഞനായ ഒരു വലിയ നേതാവാണ്. MLAയും മന്ത്രിയും ഒക്കെ ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ എല്ലാ വികാരങ്ങളും നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയും. അപ്പോൾ വളരെയധികം നന്ദി നിലപാട് വ്യക്തമാക്കിയത്. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.